ഇറാൻ ഉൾപ്പെടുന്ന സംഘർഷത്തിൽ യുകെയെ വലിച്ചിഴക്കില്ലെന്നും എന്നാൽ ദേശീയ പ്രാദേശിക താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ അവർ പ്രതിജ്ഞാബദ്ധരായിരിക്കുമെന്നും യുകെ ഹൗസിംഗ് കമ്മ്യൂണിറ്റികൾ, തദ്ദേശ സ്വയംഭരണം എന്നിവയുടെ സ്റ്റേറ്റ് സെക്രട്ടറി സ്റ്റീവ് റീഡ് ഞായറാഴ്ച വ്യക്തമാക്കി. ഹോർമുസ് കടലിടുക്ക് സംബന്ധിച്ച് ഇറാന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 48 മണിക്കൂർ അന്ത്യശാസനം നൽകിയതിനെക്കുറിച്ചുള്ള സ്കൈ ന്യൂസിന്റെ ചോദ്യങ്ങൾക്ക് മറുപടിയായി ഫെബ്രുവരി 28-ന് ആരംഭിച്ച സംഘർഷം രൂക്ഷമാകുമ്പോൾ സുരക്ഷയിലും തീവ്രത കുറയ്ക്കലിലും ബ്രിട്ടീഷ് സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവെന്നും UK സ്റ്റേറ്റ് സെക്രട്ടറി പറഞ്ഞു. ശരി, പ്രസിഡന്റ് ട്രംപ് സംസാരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ പ്രസിഡന്റ് ട്രംപിനോട് ചോദിക്കണമെന്ന് ഞാൻ കരുതുന്നു. ഞങ്ങൾ ചെയ്യുന്നത് മേഖലയിലുടനീളവും അതിനപ്പുറവും ബ്രിട്ടീഷ് പൗരന്മാരെയും ബ്രിട്ടീഷ് താൽപ്പര്യങ്ങളെയും സംരക്ഷിതമായി നിലനിർത്തുന്നതിനാവശ്യമായ ഉപകരണങ്ങളും സുരക്ഷാ ഘടനകളും ഞങ്ങൾക്കുണ്ടെന്നും റീഡ് പറഞ്ഞു. UK യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കപ്പെടില്ലെന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു. അതേസമയം സ്വന്തം താൽപ്പര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാനുള്ള സന്നദ്ധത അദ്ദേഹം അടിവരയിട്ടു. യുദ്ധത്തിലേക്ക് ഞങ്ങളെ വലിച്ചിഴക്കില്ല, പക്ഷേ മേഖലയിലെ സ്വന്തം താൽപ്പര്യങ്ങൾ ഞങ്ങൾ സംരക്ഷിക്കും. സ്ഥിതിഗതികൾ വഷളാക്കാൻ ഞങ്ങൾ സഖ്യകക്ഷികളുമായി ചേർന്ന് പ്രവർത്തിക്കും. കാരണം നമ്മുടെ സുരക്ഷയും നമ്മുടെ സാമ്പത്തിക താൽപ്പര്യങ്ങളും സംരക്ഷിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ഈ സംഘർഷം എത്രയും വേഗം അവസാനിപ്പിക്കുക എന്നതാണെന്നും അദ്ദേഹം സ്കൈ ന്യൂസിനോട് വ്യക്തമാക്കി. തന്ത്രപരമായി നിർണായകമായ ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതിൽ പരാജയപ്പെട്ടാൽ കടുത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ട്രംപ് ഇറാന് മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് ഈ പരാമർശം. 48 മണിക്കൂറിനുള്ളിൽ ഇറാൻ കടലിടുക്ക് പൂർണ്ണമായും തുറന്നില്ലെങ്കിൽ അമേരിക്ക ഇറാനിയൻ വൈദ്യുത നിലയങ്ങളെ ലക്ഷ്യമാക്കി ഇല്ലാതാക്കുമെന്ന് ട്രൂത്ത് സോഷ്യലിലെ ഒരു പോസ്റ്റിൽ ട്രംപ് പ്രസ്താവിച്ചിരുന്നു. ഭീഷണി കൂടാതെ ഈ കൃത്യം സമയം മുതൽ 48 മണിക്കൂറിനുള്ളിൽ ഇറാൻ ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും തുറന്നില്ലെങ്കിൽ അമേരിക്ക അവരുടെ വിവിധ ഊർജ്ജ നിലയങ്ങൾ ആക്രമിച്ച് ഇല്ലാതാക്കും. ആദ്യം തന്നെ ഏറ്റവും വലിയ ഒന്ന് ആരംഭിക്കും എന്നായിരുന്നു പോസ്റ്റ്. സഖ്യകക്ഷികളെ ഭീരുക്കളെന്ന് മുദ്ര കുത്തുന്നതുൾപ്പെടെയുള്ള ട്രംപിന്റെ വിമർശനത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ നേരിട്ട് ഇടപഴകാൻ റീഡ് വിസമ്മതിച്ചു. ശരി, അമേരിക്കൻ പ്രസിഡന്റ് എന്ന നിലയിൽ ഡൊണാൾഡ് ട്രംപിന് തനിക്ക് വേണ്ടിയും അദ്ദേഹം ഉപയോഗിക്കാൻ തിരഞ്ഞെടുക്കുന്ന ഭാഷയ്ക്കും വേണ്ടി സംസാരിക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. വെള്ളിയാഴ്ച നേരത്തെ ട്രംപ് അന്താരാഷ്ട്ര പങ്കാളികളെ രൂക്ഷമായി വിമർശിച്ചു. നിർണായകമായ ഹോർമുസ് കടലിടുക്ക് സുരക്ഷിതമാക്കാൻ ഇറാനെതിരായ സൈനിക സഹായം നൽകണമെന്ന തന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ പരാജയപ്പെട്ടതിന് അമേരിക്കൻ സഖ്യകക്ഷികളെ, പ്രത്യേകിച്ച് നാറ്റോയെ ഭീരുക്കളെന്ന് മുദ്രകുത്തി. സമുദ്ര ദൗത്യത്തിനുള്ള പിന്തുണയുടെ അഭാവത്തിൽ നിരാശ പ്രകടിപ്പിച്ചുകൊണ്ട് ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലേക്ക് പോയി നാറ്റോ സഖ്യത്തെ കടലാസ് കടുവകളെന്ന് വിളിച്ചു. USA ഇല്ലാതെ നാറ്റോ ഒരു കടലാസ് കടുവയാണ്. ആണവ ശക്തിയുള്ള ഇറാനെ തടയാനുള്ള പോരാട്ടത്തിൽ പങ്കുചേരാൻ അവർ ആഗ്രഹിച്ചില്ല എന്ന് പോസ്റ്റ് പ്രസ്താവിച്ചു. ഭീരുക്കളെ ഞങ്ങൾ ഓർക്കുമെന്ന ശക്തമായ മുന്നറിയിപ്പും അദ്ദേഹം നൽകിയിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.